ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും മലയാളത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. വരുന്ന എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സമയം കളയണ്ട, നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സമാന പദം എഴുതുക. അനലൻ. അനലൻ എന്നതിൻ്റെ അർത്ഥം, സമാനമായിട്ട് വരുന്ന പദം ഏതാണ്? ഓപ്ഷൻസ്: കാറ്റ്, മേഘം, ഇരുട്ട്, അഗ്നി. അനലൻ. ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ആൻസർ പറയാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഗ്നിയാണ്. അപ്പോൾ അഗ്നി എന്നതിൻ്റെ സമാന പദം അനലൻ കേട്ടോ. അനലൻ എന്നതിൻ്റെ അർത്ഥം അഗ്നിയാണ്. പലരും ഇവിടെ കാറ്റ് എന്ന് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് എന്താണ്? അനിലനാണ്. അനലൻ അഗ്നി. ഈ നാ കഴിഞ്ഞൊരു വള്ളിയും കൂടെ വന്നിരുന്നെങ്കിൽ എന്ത് വന്നേനെ? കാറ്റെന്നർത്ഥം വന്നേനെ. അപ്പം അനലൻ അഗ്നി, അനിലൻ എന്നാണെങ്കിൽ അത് എൻ്റെ അർത്ഥം കാറ്റെന്നാണ്, കാറ്റ് കേട്ടോ. അപ്പം രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അനലൻ അഗ്നി, അനിലൻ കാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്തോളണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ പഴക്കുല എന്ന പദത്തിലെ സന്ധി നിർണ്ണയിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ പഴക്കുല എന്ന പദത്തിലെ സന്ധി നിർണ്ണയിക്കുക. ഇപ്പോൾ പഴക്കുലയാണല്ലേ, പഴക്കുല എന്ന വാക്കിൻ്റെയാണ്. അപ്പോൾ പഴക്കുല ചേർത്തെഴുതുക, പിരിച്ചെഴുതുക, അത് പഠിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പഴക്കുല പിരിച്ചെഴുതാൻ അറിയണം, എങ്കിലേ ഈ സന്ധി കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയുക കേട്ടോ, നിങ്ങൾ തന്നെ പറയാം. ഞാൻ വേണമെങ്കിൽ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തരാം. ഓപ്ഷൻ ബിയും അല്ല, ഡിയും അല്ല, ഓപ്ഷൻ എ അല്ലെങ്കിൽ സി ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം, കാട്ടാളത്തം എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻസ്: തദ്ധിതം, ഭേദകം, കൃത്ത്, സമുച്ചയം. കാട്ടാളത്തം എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കാട്ടാളത്തം എന്ന പദം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതാണ്? തദ്ധിതമാണല്ലേ, ഓപ്ഷൻ എ, തദ്ധിതം. അപ്പം തദ്ധിതം തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. തന്മാത്രാ തദ്ധിതമുണ്ട്, തദ്ധിതമുണ്ട്, അതുപോലെ പൂരണി തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, സംഖ്യാ തദ്ധിതം. അപ്പം ഇതിനകത്ത് തന്നെ തന്മാത്രാ തദ്ധിതത്തിനകത്ത് വരുന്നതാണ് ഈ കാട്ടാളത്തം എന്ന പദം കേട്ടോ. തന്മാത്രാ തദ്ധിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ, തം, തരം, തനം എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് തന്മാത്രാ തദ്ധിതം ഉണ്ടാക്കാൻ പറ്റും. അതായത് മ, പുതുമ, അതുപോലെ തം, അടിമത്തം, കാട്ടാളത്തം, അതുപോലെ തരം, കള്ളത്തരം. അപ്പോൾ ഈ പ്രത്യയങ്ങളൊക്കെ വെച്ച് മ, തം, തരം, തനം എന്നീ പ്രത്യയങ്ങൾ ചേർത്ത് തന്മാത്രാ തദ്ധിതം ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഈ കാട്ടാളത്തം, ആ തം കണ്ടല്ലോ അവിടെ, അതുകൊണ്ടാണ് അത് തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തദ്ധിതമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ അത് പെട്ടെന്ന് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ തദ്ധിതം എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് തന്നെ പ്രത്യേകം എടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ സന്ധി, തദ്ധിതം അതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം ഏത്? ചുവടെ തന്നിരിക്കുന്നവയിൽ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം ഏത്? ഇപ്പോൾ വിഭക്തി എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്ക് പഠിച്ചാലേ ഇതിനും ആൻസർ എഴുതാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വിഭക്തി തന്നെ 7 എണ്ണം ഉണ്ട്. ഏതൊക്കെ? നിർദ്ദേശിക വിഭക്തി, പ്രതിഗ്രാഹിക വിഭക്തി, സംയോജിക വിഭക്തി, അതുപോലെ ഉദ്ദേശിക വിഭക്തി, പ്രയോജിക വിഭക്തി, സംബന്ധിക വിഭക്തി, ആധാരിക വിഭക്തി. ഇങ്ങനെ 7 വിഭക്തികളാണ് ഉള്ളത്. അപ്പോൾ ഓരോ വിഭക്തിക്കും ഓരോ പ്രത്യയങ്ങളുണ്ട്. ആ പ്രത്യയങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള ആൻസർ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക വിഭക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉദ്ദേശിക വിഭക്തിൻ്റെ പ്രത്യയങ്ങൾ ഏതാണ് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ആൻസർ എഴുതാൻ സാധിക്കും. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയങ്ങൾ ഇക്ക്, ന്, ഇക്ക് കേട്ടോ, ഇക്ക് അതുപോലെ ന് രണ്ടും ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ്.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഉദ്ദേശിക വിഭക്തി പ്രത്യയം ചേർന്ന ശബ്ദം ഏതാണ്? ഓപ്ഷൻ എ അല്ലേ ആൻസർ, രമയ്ക്ക്. കാരണം അവിടെ എന്ത് ഇക്ക് എന്ന് പറയുന്ന ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയമുണ്ട്. അതുകൊണ്ട് തന്നെ രമയ്ക്ക് എന്നതാണ് ഉദ്ദേശിക വിഭക്തി പ്രത്യയത്തിൻ്റെ ഇവിടുത്തെ ആൻസർ കേട്ടോ. ഇനി എ, ഓപ്ഷൻ ബി നോക്കിയേ, രമയെ. എ, അവിടെ എ എന്ന് പറയുന്ന പ്രത്യയം പ്രതിഗ്രാഹിക വിഭക്തിയുടെയാണ്. പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമാണ് എ. രമയെ എന്നത് പ്രതിഗ്രാഹിക വിഭക്തിയുടെ ഉദാഹരണമാണ്. അതുപോലെ ഓപ്ഷൻ സി നോക്കിയേ, രമയാൽ. ആൽ, അവിടെ ആൽ എന്നാണല്ലേ പ്രത്യയം വന്നിരിക്കുന്നത്, ആൽ. അപ്പോൾ പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമാണ് ആലെന്ന് പറയുന്നത്. പ്രയോജിക വിഭക്തി പ്രത്യയമാണ് ആൽ. അപ്പോൾ ഓപ്ഷൻ സി രമയാൽ എന്ന് പറയുന്നത് പ്രയോജിക വിഭക്തിക്ക് ഉദാഹരണമാണ്. അതൊരു ഓപ്ഷൻ ഡി നോക്കിയേ, രമയുടെ. അപ്പം ഈ ഇൻ്റെ, ഉടെ എന്നൊക്കെയുള്ള പ്രത്യയങ്ങൾ സംബന്ധിക വിഭക്തിയുടെയാണ്. സംബന്ധിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ് ഇൻ്റെ, ഉടെ. അപ്പോൾ ഇവിടെ രമയുടെ എന്നത് സംബന്ധിക വിഭക്തിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയം ചേർന്ന ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ആൻസർ. രമയ്ക്ക്, അവിടെ ഇക്ക് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ് ഇക്ക്, അതുപോലെ ന്. ഇത് രണ്ടും ഉദ്ദേശിക വിഭക്തിയുടെ പ്രത്യയങ്ങളാണ്. അപ്പോൾ വിഭക്തി എന്ന് പറയുന്ന ടോപ്പിക്ക് പ്രത്യേകം അടിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ആൻസർ എഴുതാൻ സാധിക്കത്തുള്ളൂ. ഈ വിഭക്തി, സന്ധി, അതൊക്കെ പ്രത്യേകം എടുത്ത് പഠിച്ചാൽ മാത്രമേ ആൻസർ എഴുതാൻ സാധിക്കത്തുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. ഒറ്റപ്പദം എഴുതുക. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വാഗ്മി, ജിജ്ഞാസു, വിജിഗീഷു, അഭ്യുദയകാംക്ഷി. ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഏതാണ് ആൻസർ? വിജിഗീഷു ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ, വിജിഗീഷു. അപ്പോൾ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വിജിഗീഷു. വിജിഗീഷു. ഇനി ഓപ്ഷൻ എ നോക്കിയേ, വാഗ്മി. വാഗ്മി എന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിതവും സാരവുമായി സംസാരിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വാഗ്മി. മിതവും സാരവുമായി സംസാരിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വാഗ്മി. അതൊരു ഓപ്ഷൻ ബി, ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ. അറിയാൻ ആഗ്രഹിക്കുന്ന ആളിനെയാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം എന്ന് ചോദിച്ചാൽ ജിജ്ഞാസ ആണ്, ജിജ്ഞാസ. എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളിനെ ജിജ്ഞാസു എന്നാണ് പറയുന്നത്. അപ്പോൾ വിജിഗീഷു നമ്മളിപ്പോൾ പറഞ്ഞു, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. അതൊരു ഓപ്ഷൻ ഡി, അഭ്യുദയകാംക്ഷി. ഉയർച്ച ആഗ്രഹിക്കുന്നവനെയാണ് അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത്. ഉയർച്ച ആഗ്രഹിക്കുന്നവനെയാണ് അഭ്യുദയകാംക്ഷി എന്ന് പറയുന്നത്. ഇപ്പോൾ വാഗ്മി, മിതവും സാരവുമായി സംസാരിക്കുന്ന ആൾ. ജിജ്ഞാസു, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ. വിജിഗീഷു, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. അതുപോലെ അഭ്യുദയകാംക്ഷി, ഉയർച്ച ആഗ്രഹിക്കുന്നവൻ. ഓക്കെ, അപ്പോൾ ഇത് നാലും പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, ചൂസ് ദ സ്യൂട്ടബിൾ മീനിങ്. വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ. വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ എന്നതിൻ്റെ സ്യൂട്ടബിൾ മീനിങ് കണ്ടെത്തണം. ഓപ്ഷൻ എ, മെല്ലെ തിന്നാൽ പനയും തിന്നാം. ഓപ്ഷൻ ബി, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഓപ്ഷൻ സി, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഓപ്ഷൻ ഡി, 10 ഗുണം 10 ഗുണം. വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ. എന്താണ് ആൻസർ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അപ്പോൾ വേർ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ എന്നതിൻ്റെ സ്യൂട്ടബിൾ മീനിങ് ഓപ്ഷൻ സി ആണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? ഇപ്പോൾ ഇവിടെ 4 പദങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് കണ്ടെത്തണം. ഓപ്ഷൻ എ, ഐക്യമത്യം. ഓപ്ഷൻ ബി, തത്വം. ഓപ്ഷൻ സി, ദുഷ്ടൻ. ഓപ്ഷൻ ഡി, പതിവ്രത. ഇതിൽ ഏതോ ഒരെണ്ണം മാത്രമാണ് ശരി, അതൊന്ന് കണ്ടെത്തുക. ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി, പതിവ്രത എന്നതാണ് ശരി. അത് ശരിയാണ്, പതിവ്രത. ഇനി ഓപ്ഷൻ എ എന്താ തെറ്റാൻ കാരണം? ഐക്യ എന്ന് വേണ്ട, ഐക എന്ന് മതി കേട്ടോ. ആ
ഐക്യ എന്ന് വേണ്ട, ഐകമത്യം എന്നാണ് എഴുതുന്നത് കേട്ടോ. അതാണ് അവിടെ തെറ്റ്. ഇനി ഓപ്ഷൻ ബിയിലെ തെറ്റ് എന്താണ്? തത്വം എന്നാണ് കേട്ടോ. തത്വം എന്ന് പറഞ്ഞാൽ തത്വം ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതാണ് ഓപ്ഷൻ ബി തെറ്റാവാൻ കാരണം. ഇനി ഓപ്ഷൻ സി എന്താ തെറ്റാവാൻ കാരണം? ഈ ടായല്ല വരേണ്ടത്, ഈ എസ് പോലത്തെ ടായാണ് കേട്ടോ, ദുഷ്ടൻ. ഇപ്പോൾ ഐക്യമത്യമല്ല, ഐകമത്യം. അതുപോലെ തത്വം വേണം. അതുപോലെ ദുഷ്ടന് എസ് പോലത്തെ ടായാണ്. അതുപോലെ പതിവ്രത ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയായിട്ടുള്ള വാക്കാണ്. ഓക്കെ, അപ്പോൾ 4 എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അടുത്തത് സ്വച്ഛം എന്ന പദത്തിൻ്റെ അർത്ഥം. ഓപ്ഷൻ എ നിർമ്മലമായത്, ഓപ്ഷൻ ബി നിഷ്കളങ്കമായ, ഓപ്ഷൻ സി ഭംഗിയുള്ളത്, ഓപ്ഷൻ ഡി വൃത്തിയുള്ളത്. സ്വച്ഛം എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ് അർത്ഥം? ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. നിർമ്മലമായത്. സ്വച്ഛം എന്ന പദത്തിൻ്റെ അർത്ഥം നിർമ്മലമായത് എന്നാണ്. സ്വച്ഛം, നിർമ്മലമായത്. അടുത്തത് ചേർത്തെഴുതുക. ഹൃത്ത് പ്ലസ് അന്തം. ഓപ്ഷൻ എ ഹൃദന്തം, ഓപ്ഷൻ ബി ഹൃദന്തം, ഓപ്ഷൻ സി ഹൃത്തന്തം, ഓപ്ഷൻ ഡി ഹൃദയന്തം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. ഹൃദന്തമാണ്. ഹൃത്ത് പ്ലസ് അന്തം, ഹൃദന്തം. ഹൃത്ത് ആ താ എന്നുള്ളത് ചേർത്തെഴുതുമ്പോൾ ദായായി മാറും അല്ലേ. അപ്പം ചേർത്തെഴുതുമ്പോൾ ഹൃദന്തം. ഹൃത്ത് പ്ലസ് അന്തം, ഹൃദന്തം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ഈ വിഭക്തി, സന്ധി, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒറ്റപ്പദങ്ങൾ കൂടുതൽ കളക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൻ്റെ, മലയാളത്തിൻ്റെ, അതുപോലെ തന്നെ CPS സ്പെഷ്യൽ ടോപ്പിക്ക് തുടങ്ങിയ ഒരുപാട് മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് കണ്ടു വെക്കുക. വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.